नरसिंहदेव भगवान की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवतीरुत्तमश्लोकी भक्ति भवति नैष्ठुकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 6. 9-ാം അധ്യായം 6-ാം ശ്ലോകം. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ഇതി ഉപധാരേ. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ഇതി ഉപധാരേ. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തത്സർവാണി ഭൂതാനി മത്സ്ഥാനി ഇത്യുപധാരേ. വാക്കർത്ഥം സർവത്ര സർവത്ര ഗമിക്കുന്നതും മഹാൻ മഹാനും എങ്ങും വ്യാപരിച്ചിരിക്കുന്നതും ആയ വായു യഥാ യാതൊരു പ്രകാരം നിത്യം എല്ലായ്പ്പോഴും ആകാശസ്ഥിതമായിരിക്കുന്നു. തഥാ അപ്രകാരം സർവാണി ഭൂതാനി സർവഭൂതങ്ങളും മത്സ്ഥാനി എന്നിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ഇതി എന്ന് ഉപധാരേ ധരിച്ചാലും. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ. വിവർത്തനം ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവ സൃഷ്ടികളും എക്കാലത്തിലും എന്നിലാണ് വിശ്രമിക്കുന്നത്. ഭാവാർത്ഥം ഭീമമായ ഈ ഭൗതിക പ്രപഞ്ചം എങ്ങനെ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊരു സാധാരണ മനുഷ്യന് ഊഹിക്കാവുന്നതല്ല. അതിൻ്റെ സാധ്യത നമുക്ക് സുഗ്രാഹ്യമാക്കുവാനായി ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുകയാണ് ഭഗവാൻ. മനുഷ്യന് അനുമാനിക്കുന്ന വിപുലമായൊരു പ്രതിഭാസമാണ് ആകാശം. ഈ ആകാശത്തിലുള്ള വായു അഥവാ കാറ്റാണ് പ്രപഞ്ചത്തിൻ്റെ മഹത്തായ ആവിർഭാവം. വായുവിൻ്റെ ചലനം സർവ്വപദാർത്ഥങ്ങളുടെയും ചലനത്തെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത്രയും മഹത്തരമാണ് വായു. എങ്കിലും അത് ആകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അതിനപ്പുറം കടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് വിസ്മയാവഹമായ പ്രത്യക്ഷ പ്രപഞ്ചവും പരമമായ ഭഗവാനിൽ നിലനിൽക്കുന്നു. എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവാന്റെ
ഹിതമനുസരിച്ചല്ലാതെ ഒരു പുൽക്കൊടി പോലും ഇളകുന്നില്ല. ആ ഇച്ഛാശക്തിക്ക് അധീനപ്പെട്ടാണ് ഏതൊന്നിൻ്റെയും പ്രവർത്തനം. ജീവജാലങ്ങളുടെ സൃഷ്ടിയും സ്ഥിതി സംഹാരങ്ങളും നടക്കുന്നത് ആ ഇച്ഛയ്ക്ക് വഴങ്ങി തന്നെ. എങ്കിലും ഭഗവാൻ അവയിൽ നിന്ന് അതീതനാണ്. വായുവിൻ്റെ പ്രവർത്തനങ്ങൾ ബാധിക്കാത്ത ആകാശത്തെ പോലെയാണ്. യത് വിശ്വാവാദ പവതി എന്ന് ഉപനിഷത്ത് സൂക്തം, തൈത്തരീയം ഉപനിഷത്ത് 2:8. പരപുരുഷനെ ഭയന്നാണ് വായു ചലിക്കുന്നത്. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസേന ഗർഭി സൂര്യചന്ദ്രമസ വിദ്യതേ തിഷ്ഠ ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസേന ഗർഭി ദ്യവ്യ അതിവ്യൗ വിത്രതോ തിഷ്ഠത. ബൃഹദാരണ്യകം 3:8-9. പരമദിവ്യൂത്ത പുരുഷന്റെ പരമമായ ആജ്ഞയാൽ അവിടുത്തെ നിയന്ത്രണത്തിൽ സൂര്യചന്ദ്രന്മാരും മറ്റു ഗ്രഹങ്ങളും ചരിക്കുന്നു. ചക്ഷുരേഷ സവിത സകല ഗ്രഹാണ രാജാ സമസ്ത സുരമൂർത്തി അശേഷ തേജ യസ്യാജ്ഞയാ ഭ്രമതി സംഭൃത കാലചക്രോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന ബ്രഹ്മസംഹിത 5:52. സൂര്യന്റെ ചലനത്തെക്കുറിച്ച് ഉള്ള വിവരണമാണിത്. സൂര്യൻ ഭഗവാന്റെ ഒരു കണ്ണാണെന്നും ചൂടും വെളിച്ചവും പ്രസരിപ്പിക്കാൻ അതിന് അളവറ്റ കഴിവുണ്ടെന്നും പറയപ്പെടുന്നുവെങ്കിലും ഗോവിന്ദന്റെ ആഗ്രഹവും അനുസരിച്ചാണ് നിർദ്ദിഷ്ട പദത്തിലൂടെയാണത് നീങ്ങുന്നത്. ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലുതും ആശ്ചര്യജനകവുമായ ഈ ഭൗതിക പ്രപഞ്ചം ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് അധീനമായിട്ടാണ് വൈദിക സാഹിത്യത്തിൽ പല തെളിവുകളും എടുത്തു കാട്ടിയിട്ടുണ്ട്. ഇതേ വിഷയത്തെപ്പറ്റി ഈ അധ്യായത്തിൽ അവസാന ശ്ലോകത്തിൽ കൂടുതൽ വിവരിക്കും. नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने दिनाने नमस्ते सारस्वती देवे गौरवाणी निर्विशेष शून्यवादी पाशाद्य कृष्ण पांचाकल्पतरुश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो अनन्तकोटि वैष्णवेभ्यो च श्रीलप्रभुपादाय च. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് നരസിംഹ ജയന്തിയാണ്. നരസിംഹ ഭഗവാൻ ഇവിടെ ആവിർഭാവം ചെയ്ത പുണ്യതിഥിയാണ്. ഇന്ന് നമ്മുടെ കൃഷ്ണബലരാം ക്ഷേത്രത്തിൽ വൈകിട്ട് 4 മണി മുതൽ പരിപാടികളുണ്ടാവും. ആദ്യമേ തന്നെ എല്ലാവരെയും ഇന്ന് കൃഷ്ണബലരാം ക്ഷേത്രത്തിലേക്ക് പ്രോഗ്രാംസിലേക്ക് ക്ഷണിക്കും. നരസിംഹ ലീലയിൽ ഭഗവാൻ ആവിർഭവിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനാണ്. ഹിരണ്യകശിപുവിനെ വധിക്കാനും പ്രഹ്ലാദനെ സംരക്ഷിക്കാനുമായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ലീലയിൽ പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം നമുക്ക് എടുത്തു കാണിക്കുന്നത് ആ ലീലയിൽ എന്തിനാണ് നരസിംഹ ഭഗവാൻ വന്നത്. പ്രഹ്ലാദനായ പരിശുദ്ധ ഭക്തനായ പ്രഹ്ലാദനെ വളരെയധികം ഒരു വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഹിരണ്യകശിപു ചെയ്തപ്പോഴാണ് ഭഗവാൻ അവതരിച്ചത്. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അത് സ്വാഭാവികമാണ്. കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടരെ ഹരിക്കാനുമായിട്ട് ഞാൻ യുഗം തോറും അവതരിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അത് വലിയ ആശ്ചര്യജനകമല്ല, ഭഗവാൻ എന്തായാലും വരും. പക്ഷെ ആശ്ചര്യജനകമായ ഒരു കാര്യം, ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ പരിഷത്ത് മഹാരാജ് നേരിട്ടതിന് ശേഷവും അദ്ദേഹം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും അനുഗ്രഹം നീ ചോദിക്കുക, നിനക്ക് ഞാൻ അനുഗ്രഹം തരാനായിട്ട് സന്നദ്ധനാണ്, സന്തോഷമാണ് എനിക്ക് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രഹ്ലാദ് മഹാരാജന്റെ പ്രാർത്ഥനകളിൽ
വെച്ചാൽ പ്രഹ്ലാദ് മഹാരാജ് ഈ ലോകത്തിൽ എല്ലാവർക്കും നന്മയാണ് ആഗ്രഹിച്ചത്. തൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങളെ കുറിച്ച് പ്രഹ്ലാദ് മഹാരാജ് ചിന്തിച്ചില്ല. കാരണം അദ്ദേഹം സ്വാഭാവികമായി ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് അലട്ടലുകളൊന്നുമില്ല, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ പ്രഹ്ലാദ് മഹാരാജന്റെ ബോധം തൻ്റെ അച്ഛന് സംരക്ഷണം കിട്ടണം. ഇത്രയും ബുദ്ധിമുട്ടിച്ച വ്യക്തിയാണ് ഹിരണ്യകശിപു, പക്ഷെ അച്ഛന് സംരക്ഷണം കിട്ടണം. ഈ ലോകത്തിലുള്ള പലരും എന്താണ് ഈശ്വരനെന്നും എന്താണ് തങ്ങളെന്നും മനസ്സിലാക്കാതെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ ജന്മമരണ ചക്രത്തിൽപ്പെട്ട് ഉഴലുകയാണ്. അവർക്കെങ്ങനെ മോക്ഷം കിട്ടണം, അവർക്കെങ്ങനെ നന്മ കിട്ടണം, ഇതൊക്കെയാണ് പ്രഹ്ലാദ് മഹാരാജന്റെ ഒരു ചിന്ത. നമുക്കൊരു അതിശയം തോന്നും, ഇത്തരം വ്യക്തിത്വങ്ങൾ, ഇതേപോലുള്ള കാര്യങ്ങളാണ് ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉള്ളത്. അത്രയും ഉന്നതമായ വ്യക്തിത്വങ്ങളാണ്, അവരുടെ ജീവിതമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം വ്യക്തിത്വങ്ങളെ കാണുമ്പോഴും അവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നും, എങ്ങനെയാണ് ഇവർക്ക് ഇനി ഈ രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റുക? ഇപ്പൊ നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ദ്രോഹം ചെയ്താൽ മതി, നമ്മളത് വർഷങ്ങളോളം അത് മനസ്സിൽ കൊണ്ട് നടക്കും. അത് അവരങ്ങനെ എന്നോട് ഇങ്ങനെ പെരുമാറി, ഇങ്ങനെ എന്നോട് സംസാരിച്ചു എന്നൊക്കെ രീതിയിൽ നമ്മൾ കൊണ്ട് നടക്കും. പക്ഷെ പ്രഹ്ലാദ് മഹാരാജ് തന്റെ 5-ാം വയസ്സിലെ ഗുരുകുലത്തിൽ പോയപ്പോൾ മുതൽ അദ്ദേഹം ഈശ്വര ചിന്തയിലേക്ക് മാറിയത് തൊട്ട് അന്ന് മുതലേ ഹിരണ്യകശിപു അദ്ദേഹത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അച്ഛനാണ്. നമുക്ക് ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോകുന്നത് നമ്മുടെ അച്ഛൻ്റെ അടുത്താണ് സംരക്ഷണം ചോദിച്ചത്. പക്ഷെ ഈ സംരക്ഷണം നൽകേണ്ട അച്ഛൻ തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സന്ദർഭത്തിൽ വന്നതല്ല, കാലങ്ങളോളം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബുദ്ധിമുട്ട്. ഏറ്റവും അവസാനമാണ് നരസിംഹദേവ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, ഇത്രയും നമ്മളോട് ദ്രോഹം കാണിച്ചൊരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് എന്ത് ഉന്നതമായ ഒരു ചിന്തയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ ഉദാഹരണം നമുക്കറിയാൻ പറ്റും. അദ്ദേഹത്തിനെ കുരിശിലേക്ക് അയച്ചപ്പം അതിന് കുടപിടിച്ചവർ അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് മുന്നോട്ട് നയിച്ച വ്യക്തികൾക്ക് അവരറിയാതെയാണ് ഇത് ചെയ്തത്, അവരോട് പൊറുക്കണമേ എന്ന് ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഹരിദാസ് ഠാക്കൂർ, നമ്മുടെ 500 വർഷം മുമ്പ് വന്ന പരിശുദ്ധ ഭക്തനായ ഹരിദാസ് ഠാക്കൂറും 21 ചതുരങ്ങളിൽ വെച്ച് അയാളെ വളരെയധികം രീതിയിൽ ചാട്ടവാർ അടിച്ച് വധിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും കാരണം അങ്ങനെ അയാൾ മരണപ്പെട്ടില്ലെങ്കിൽ അയാൾക്ക് ഈ ചെയ്ത ആൾക്കാർക്ക് നവാബിന്റെ ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ഒരു ട്രാൻസിലേക്ക് പോയി, മരണപ്പെട്ടു എന്ന രീതിയിൽ ട്രാൻസിലേക്ക് പോയ വ്യക്തിയാണ് ഹരിദാസ് ഠാക്കൂർ. ഇത്തരം പരിശുദ്ധ ഭക്തന്മാരുടെ നിലവാരം നമ്മൾ നോക്കുമ്പോൾ അവർ എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്കാണ് അവരുടെ ചിന്തയും പ്രവൃത്തിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആദ്യം ചോദിക്കുക? എനിക്ക് മുക്തി കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് ഭക്തി കിട്ടുമോ, ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ചോദിക്കുക. അല്ലെങ്കിൽ എനിക്ക് നല്ല സൗകര്യങ്ങൾ വേണം എന്നൊക്കെയായിരിക്കും ചോദിക്കുക. പക്ഷെ ആ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കാൻ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് ചോദിക്കണമെങ്കിൽ അത് ആ അവബോധം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം പരിശുദ്ധ ഭക്തന്മാർ അതൊരു സന്ദർഭത്തിൽ വരുന്ന കാര്യമല്ല. ഇപ്പൊ ഭഗവാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു ഇങ്ങനെ ചോദിക്കണം, അങ്ങനെ ഒരാൾക്ക് ചോദിക്കാൻ പറ്റില്ല. ഭഗവാനെ പോലുള്ള പരമപുരുഷൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ പൂർണ്ണമായിട്ട് അവിടെ എക്സ്പോസ്ഡ് ആണ് ഭഗവാന്റെ മുമ്പിൽ. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഏറ്റവും മൗലികമായ ചിന്ത മാത്രമേ അവിടെ പുറത്തു വരത്തുള്ളൂ. അപ്പം ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പ്രഹ്ലാദ് മഹാരാജൻ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അന്തർഗതമായ ഒരു ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഒരാൾക്ക് അത് ചോദിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്ന കാര്യമേ എനിക്ക് ഒരു ഭഗവാനോ അല്ലെങ്കിൽ എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം വരുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു മാമ്പഴം എടുത്ത് ജ്യൂസാക്കിയാൽ മാമ്പഴ ജ്യൂസേ വരത്തുള്ളൂ.
എന്തുകൊണ്ടാണ് മാമ്പഴ ജ്യൂസ് വരുന്നത്? ആ മാമ്പഴത്തിനകത്ത് മാമ്പഴ ജ്യൂസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പുറത്തു വരത്തുള്ളൂ. അപ്പം പ്രഹ്ലാദ് മഹാരാജിന് ആ രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, ആ വ്യക്തി എല്ലാ നേരവും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിരന്തരം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ഉത്കർഷത്തിന് വേണ്ടിയും ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. അത്തരം വ്യക്തികളെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. മറ്റുള്ളവരോട് അസൂയയില്ലായ്മയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് കാക്ഷിക്കുന്നതും എല്ലാവരോടും സഹാനുഭൂതിയുമുള്ള ഒരു വ്യക്തിയെ എനിക്ക് ഏറ്റവും, ആ ഭക്തന്മാരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പം നമുക്കും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാകണമെങ്കിൽ, നമുക്കും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കണമെങ്കിൽ നമുക്കും ഈ സ്വാർത്ഥത, ഞാനെന്ന സ്വാർത്ഥതയിൽ നിന്നും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് ഒരു സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് ഒരു വലിയൊരു ആകാശത്തില് കാറ്റെങ്ങനെ നിൽക്കുന്നു. കാറ്റെന്ന് വെച്ചാൽ വലിയ, നമുക്ക് കൊടുങ്കാറ്റ്, ടൊർണാഡോ അതൊക്കെ കാണാം. അതൊക്കെ വരും, ഭയങ്കര കാറ്റാണ്. ആ കാറ്റ് കാരണം വലിയ കപ്പലുകളെ പോലും മറച്ചു കളയുന്ന കാറ്റാണ്. പക്ഷെ എത്ര ശക്തിമത്തായ കാറ്റാണെങ്കിൽ പോലും അത് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അപ്പൊ അതേപോലെയാണ് ഈ സർവ്വ പ്രപഞ്ചങ്ങളും, ഈ കാണുന്ന ഈ വ്യക്തികളും ഇവിടെ ഇരിക്കുന്ന മൃഗങ്ങളും മറ്റ് വസ്തുവകകളും മരങ്ങളും കൊടികളും ഈ വലിയ വലിയ ബിൽഡിങ്സും എല്ലാം വലിയ ആശ്ചര്യജനകമായിട്ട് തോന്നുമെങ്കിലും അതെല്ലാം ഭഗവാന്റെ ശക്തിയിലാണ് നിലനിൽക്കുന്നത്. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സൂത്രേ മണികണ ഇവ. നമ്മളൊരു മാല എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു മാല എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മാല, അതിലെ മുത്തുകളെ എല്ലാം ഒരുമിച്ച് നിർത്തിയിരിക്കുന്ന എന്താണ്? അതിനകത്തുള്ള ആ നൂലാണ്. ആ നൂലാണ് എല്ലാത്തിനെയും ഫിക്സ്ഡ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. ആ നൂല് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ചിതറിപ്പോകും. അപ്പം ഭഗവാൻ പറയുകയാണ്, സൂത്രയും മണികണ ഇവ, എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിൻ്റെ എല്ലാം, ഈ ഒരു കെട്ടിടം നിലനിൽക്കണമെങ്കിലും, നമ്മുടെ ഹൃദയം ഇടിക്കണമെങ്കിലും, നമ്മൾ ശ്വസിക്കണമെങ്കിലും, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കണമെങ്കിലും, മറ്റൊരാളുമായിട്ട് ഇടപഴകണമെങ്കിലും, ഇനി മറ്റൊരാൾക്ക് നമ്മളൊരു സഹായം ചെയ്യണമെങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയേ സാധിക്കുള്ളൂ. നമ്മുടെ പേഴ്സണൽ എൻഡവറിൽ നമ്മൾ സാധിക്കില്ല. അപ്പൊ അതാണ് ഭഗവാൻ ആ ശ്ലോകം തന്നെ വിശദീകരിച്ച് പറയുകയാണ്. ഈ വലിയൊരു പ്രപഞ്ചത്തില് പല പല സൂര്യന്മാരുണ്ട്, ചന്ദ്രന്മാരുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. അല്ലെങ്കിൽ വലിയൊരു കാറ്റുണ്ടെങ്കിൽ ആ കാറ്റ് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ സർവ്വ പ്രപഞ്ചങ്ങളും ഭഗവാനിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് പ്രഹ്ലാദ് മഹാരാജിന്റെ ചിന്തയുമായിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഉന്നതനായ വ്യക്തിയെക്കുറിച്ചും നമ്മുടെ ഭക്തിയും വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിന്റെ സകല കാര്യങ്ങളും ഈശ്വരനിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈശ്വരന്റെ അറിവില്ലാതെ ഒന്നും തനിക്ക് സംഭവിക്കില്ല എന്ന ബോധ്യം ആ വ്യക്തിക്കുണ്ടാവും. ഈ സകല പ്രപഞ്ചങ്ങളും ഈശ്വരന്റെ ശക്തിയിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉള്ള മറ്റാൾക്കാരോ മറ്റു വ്യക്തികളോ മറ്റ് ഇടപെടലുകളോ ഒക്കെ എനിക്ക് വരണമെങ്കിൽ അത് ഈശ്വരന്റെ അറിവോടുകൂടിയായിരിക്കും വരുന്നത് എന്ന ബോധ്യം ഒരു ഭക്തനുണ്ടാകും. ഈശ്വരന്റെ ശക്തിക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ ഈശ്വരന്റെ ശക്തിക്ക് ഉപരിയായിട്ട് ഒരു കാര്യവും എനിക്ക് വരില്ല. ഈശ്വരന്റെ അവയർനെസ്സിലും ഈശ്വരന്റെ കൺട്രോളിലും, അവയർനെസ് ആൻഡ് കൺട്രോൾ, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൺട്രോളിന് ഉപരിയായിട്ടൊന്നും നടക്കുക. അതാണ് ഭഗവാൻ 2 വാക്കുകൾ കൊണ്ട് ശാസ്ത്രങ്ങൾ വിവരിക്കുന്നത്. അഭിജ്ഞ, സ്വരാട്. അഭിജ്ഞ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ട്, അവയർനെസ്. ഇപ്പം എനിക്കൊരു
ഷെഡ്യൂളുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനെ ഈ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ പോകും, അങ്ങനെ പോകും. അത് എനിക്കറിയാമായിരിക്കും. പ്രഭുവിന് എന്തെങ്കിലും ഒരു ഷെഡ്യൂൾ കാണും, ഇത് കഴിഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതെനിക്കറിയത്തില്ല. പ്രഭുവിനുണ്ടാവും, ഷെഡ്യൂൾ ഉണ്ടാവും, അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന പലർക്കും പല കാര്യങ്ങളും തീരുമാനിക്കും, പ്ലാൻ ഉണ്ടാവും, അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇത് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റും. പക്ഷേ ഭഗവാന് എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഓരോരുത്തരുടെ മനസ്സിലും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. മാത്രമല്ല എനിക്ക് പക്ഷേ എൻ്റെ പഴയകാല ഓർമ്മ കാണത്തില്ല. ഞാൻ കുട്ടിയായിരിക്കുമ്പോഴുള്ള കാലം എനിക്ക് ഓർമ്മ കാണും. പക്ഷെ ഭഗവാന് കുട്ടിയായിരിക്കുമ്പോഴുള്ള കാര്യം ഓർമ്മയുണ്ടാവും. ഇനി എനിക്ക് ഭാവിയിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് അത് എനിക്ക് ഓർമ്മയില്ല. ഭാവിയിലുള്ള കാര്യവും ഭഗവാൻ ഓർമ്മയുണ്ടാവും. എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഇനിയുള്ള ഞാൻ എവിടെയായിരിക്കും വരുന്നത്, ജനിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, ഇതെല്ലാം ഭഗവാന് പൂർണ്ണമായിട്ടുള്ള അവയർനെസ് ഉണ്ട്. നമുക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള അവയർനെസ് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടുള്ള അവയർനെസ് അദ്ദേഹത്തിനുണ്ട്. അപ്പം അത് മനസ്സിലാക്കും. പിന്നെ സ്വരാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഞാൻ ഭാരതത്തിലാണ്, ഞാൻ സ്വതന്ത്രനായിട്ടുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് സ്വതന്ത്രമായ ചിന്താഗതികളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പല ആക്ടിവിസ്റ്റുകൾ പറയും ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് അവരിങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം നമുക്കൊരു നേച്ചേഴ്സ് കോൾ വരികയാണ്, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് എഴുന്നേച്ച് പോകേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് വാർദ്ധക്യം വരണമെന്ന് ആരും ആഗ്രഹിക്കത്തില്ല. പക്ഷെ അത് നമ്മൾ വന്നു ചേരും. മരണം ആഗ്രഹിക്കുന്ന കാര്യമല്ല, പക്ഷെ അത് വന്നു ചേരും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരും സ്വതന്ത്രരല്ല, നമ്മളെല്ലാവരും ബന്ധനസ്ഥനായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് ആരുമില്ല, ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് അവയർനെസ്സും പൂർണ്ണമായിട്ടുള്ള കൺട്രോളും ഭഗവാന് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലോകമെല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാം, അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ നമുക്ക് നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത് ഈശ്വരൻ അറിയാതെയാണ് വന്നത് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈശ്വരനെ അറിയാതെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചത്, എന്തിനാ ബുദ്ധിമുട്ടിച്ചത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഈശ്വരനോട് ചോദിക്കും. പക്ഷേ ഈശ്വരൻ എല്ലാവരുടെയും സുഹൃത്താണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. സുഹൃതം സർവഭൂതാന, എല്ലാവരുടെയും സുഹൃത്താണ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരുടെയും സുഹൃത്ത് ആയിട്ടുള്ള വ്യക്തി നമുക്ക് എന്തെങ്കിലും നമുക്ക് തോന്നുന്ന ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നാൽ അത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടായിരിക്കില്ല. കാരണം ഈശ്വരന്റെ അവയർനെസ്സിനും ഈശ്വരന്റെ നോളജിനുമാണ് ഇത് സംഭവിക്കുന്നത്. കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നാൽ ഒന്നുകിൽ നമ്മളെ പരിശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഉയർത്താനോ വേണ്ടിയുള്ള ആയിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. പ്രഹ്ലാദ് മഹാരാജൻ അത് പൂർണ്ണമായിട്ട് അറിയുന്നുണ്ട്. പ്രഹ്ലാദ് മഹാരാജ് അത് അറിയുന്നത് കൊണ്ടാണ് തൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു തനിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ നൽകിയെത്തും ഇത് എന്നെ കൂടുതൽ ഭക്തനാക്കാൻ അല്ലെങ്കിൽ എന്നെ ഭക്തി വളർത്താനോ അല്ലെങ്കിൽ എന്നെ ഹൃദയത്തെ പരിശുദ്ധീകരിക്കാനോ ഉള്ള കാര്യങ്ങളായിട്ട് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് ഹിരണ്യകശിപുവിനോട് അദ്ദേഹത്തിന് വിരോധമില്ല, അദ്ദേഹത്തിനോട് വെറുപ്പോ ദേഷ്യമോ ഇല്ല. അദ്ദേഹത്തിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത് പ്രഹ്ലാദൻ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവബോധത്തിലേക്ക് വരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടും വിദ്വേഷം പുലർത്തേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് കുട്ടിക്കാലത്തൊക്കെയോ എന്തോ സംഭവിച്ചാൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടാണ് ആ ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ആ വിഭജന കാലത്തുണ്ടായ മുറിവുകളുടെ ആ ഒരു വൈര്യമാണ് അവരിപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും യുദ്ധങ്ങളും ഇതുമെല്ലാം നടക്കുന്നത്. അന്നത്തെ ആ വൈര്യമാണ്. അത് അവരൊന്നും അനുഭവിച്ചിട്ടില്ല, അവരുടെ തലമുറയാണ് അനുഭവിച്ചിരിക്കുന്നത്. അവരുടെ പഴയ തലമുറയാണ് അനുഭവിച്ചത്. പക്ഷേ അത് ആ വൈര്യം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ യുദ്ധങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ഫലമാണ്. ഇസ്രയേല്, പാലസ്തീൻ, അറബ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധവും ഇതെല്ലാം വരുമ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചെറിയ വൈര്യം വച്ചിരിക്കുന്നത് കൊണ്ടാണ്
നമ്മളൊരു ഇതിൽ പറയുന്നത് ഡോണ്ട് ഹോൾഡ് ഗ്രഡ്ജസ് ദാറ്റ് സ്മിയർ യുവർ ഹാർട്ട് വിത്ത് സ്മഡ്ജസ് എന്ന് പറയാറുണ്ട്. നമ്മൾ ഗ്രഡ്ജസ്, ദേഷ്യം, വിദ്വേഷം പിടിച്ചു വെക്കരുത്, അത് നമ്മുടെ ഹൃദയത്തെ മലിനസമാക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ ഒരു ദേഷ്യം അല്ലെങ്കിൽ വിദ്വേഷം എന്ന് പറഞ്ഞാൽ ഒരു അഗ്നി പോലെയാണ്, അത് പിടിച്ചു വെക്കുമ്പോൾ നമ്മുടെ കൈയാണ് പൊള്ളുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരോടും സ്നേഹഭാവവും സഹാനുഭൂതിയും അവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാവാൻ അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് സാധിക്കും. അതേസമയം വിദ്വേഷം, വെറുപ്പ്, ഭേദചിന്ത ഇതോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും അസ്വസ്ഥനായിരിക്കും. അയാളുടെ ചിന്തകൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് അസ്വസ്ഥനായ ഹൃദയത്തിൽ ഒരിക്കലും സന്തോഷത്തിന് നിൽക്കാൻ പറ്റില്ല. മൊമെന്ററി ഹാപ്പിനെസ് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇത്തരം വിഷവൃക്ഷങ്ങൾ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഹൃദയത്തെ പരിശുദ്ധീകരിച്ച വ്യക്തിക്ക് മാത്രമേ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റൂ. അതാണ് നമ്മൾ ഈ നരസിംഹ ജയന്തിയിൽ പ്രഹ്ലാദ് മഹാരാജന്റെ ആ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രഹ്ലാദ് മഹാരാജൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഹിരണ്യകശിപു ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ നന്മ കാക്ഷിച്ചിട്ടാണ് പ്രഹ്ലാദ് മഹാരാജൻ ഇരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ വരണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഭഗവത്ഗീത ആകട്ടെ, ഭാഗവതമാകട്ടെ, ആ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ആ അർത്ഥം അത് നമ്മൾ സാംശീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കും. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്ന എല്ലാം ഭഗവാന്റെ കൺട്രോളിലാണ്, എല്ലാം ഭഗവാനാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കണം. നമുക്ക് എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം വന്നാലും എൻ്റെ മാസ്റ്റർ അറിയാതെ ഇതൊന്നും എനിക്ക് വന്നു ചേരില്ല എന്ന പൂർണ്ണ ബോധ്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ഇക്വാനിറ്റി ആയിട്ട് നിൽക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയും. എല്ലാത്തിനെയും ഒരേപോലെ കാണാനും ഒരു അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഇതിൽ നിൽക്കാനായിട്ട് വരത്തില്ല. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതിൽ വരും. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ആചാര്യന്മാർ. ഇതൊക്കെ നമ്മൾ ഈ പഠിക്കുന്ന എന്തിനാണ്? ഈ പ്രഹ്ലാദ് മഹാരാജന്റെയും ഒക്കെ കാര്യങ്ങളും ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അവരുടെ ഹിസ്റ്ററിക്കൽ റെക്കോർഡ്സ് ആണ്. ലോകത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര വർഷങ്ങൾ, കോടാനുകോടി വർഷങ്ങളിലും എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഭാഗവതം പോലുള്ള അമൂല്യ പുരാണങ്ങൾ നമുക്ക് ഇത്തരം പുണ്യപുരുഷന്മാർ, എത്ര ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസിന്റെ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആർജിക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ പരിപൂർണതയിലേക്ക് എത്തിക്കാനുമുള്ള ശേഷി അതിനുള്ളത് കൊണ്ടാണ്. അപ്പം ഈ പ്രഹ്ലാദ് മഹാരാജന്റെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കും ആ തലത്തിൽ ചിന്തിക്കാനായിട്ട് പറ്റിയാൽ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മളും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് മാറും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പം അതിനാണ് പ്രഹ്ലാദ് മഹാരാജന് പറഞ്ഞൊരു ശ്ലോകം, സ്വസ്തിയസ്തു വിശ്വസ്ത കല പ്രസീദതി എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ പറയുന്നു, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നമ്മളും ഈ ഭക്തിയിൽ വന്നു, നമ്മളും നാമം ജപിക്കുന്നുണ്ട്, നമ്മളും സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് കൂടെ അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ആത്മീയ പുരോഗതി വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഇമീഡിയറ്റ്ലി പറ്റുന്നില്ല. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ സ്വാർത്ഥ ആൾക്കാരായിട്ടാണ് വന്നത്. സ്വാർത്ഥ ചിന്താഗതിയാണ് നമുക്കെല്ലാവരും. എന്തെങ്കിലും ഒരു കാര്യം ഇടപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടമെന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ക്രമേണ ആ ബോധം മാറ്റിക്കൊണ്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കും എല്ലാവർക്കും പ്രയോജനമുണ്ടാകട്ടെ എന്നുള്ള ബോധത്തിലേക്ക് വരുമ്പം അത് ആദ്യം ആർട്ടിഫിഷ്യലായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ കാലക്രമേണ അത് നമ്മൾ വീണ്ടും അത് സാധനയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് എല്ലാവരും നമ്മൾ നാമം ജപിക്കുന്നത്, യമനിയമങ്ങൾ പാലിക്കുന്നതും, പ്രസാദം കഴിക്കുന്നതും, ഭഗവാനെ വന്ദിക്കുന്നതും നമസ്കരിക്കുന്നതും എല്ലാം ആ പരമപുരുഷനായ വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് മാറാനും അദ്ദേഹത്തിനെ സേവിക്കാനും വേണ്ടിയാണ്. അപ്പം നമുക്കും ആ ഒരു ഇതിലേക്ക് നമുക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ അവബോധവും നമ്മൾ ഇതേപോലെ പരിശുദ്ധമാക്കണം. പ്രഹ്ലാദ് മഹാരാജ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവബോധം പരിശുദ്ധമാക്കിയത്? അതേപോലെ അപ്പം നമ്മൾ നാമം ജപിക്കുമ്പോഴും സേവനം ചെയ്യുമ്പോഴും നമുക്കും ചിന്തിക്കാം,
എനിക്കും പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പ്രാർത്ഥനകൾ, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമേ, അല്ലെങ്കിൽ എന്നെയും എൻ്റെ സമൂഹത്തെ രക്ഷപ്പെടുത്തണമേ, എന്നെയും എൻ്റെ ഭാരതഭൂമിയെ രക്ഷപ്പെടുത്തണമേ എന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ പ്രാർത്ഥനയിൽ സർവ്വചരാചരങ്ങൾക്കും നന്മയുണ്ടാകണം എന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകണം എന്ന രീതിയിൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് വിദ്വേഷവും വെറുപ്പും ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ മൊമെന്ററി ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ ദേഷ്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ബോധം സ്ഥിരമായിട്ട് വരുത്തുന്ന ഒരു വ്യക്തിക്ക് ക്രമേണ ഇത്തരം നൈമിഷികമായിട്ടുണ്ടാകുന്ന ആ ദേഷ്യം, വിഷമം, വെറുപ്പ് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് സാധിക്കും. നമുക്ക് പല പല ഉദാഹരണങ്ങൾ അതിനകത്ത് പുരാണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത്തരം ഭക്തി പരിശീലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോഭാവം സ്വീകരിക്കുന്നതിൻ്റെ ഗുണം ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ മൃഗാരിയുടെ ഉദാഹരണമാണ്. എല്ലാവരും പല പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് അത് ജസ്റ്റ് ഒരു സംക്ഷിപ്തമായിട്ട് പറയാം. മൃഗാരി ഒരു വേടൻ്റെ മകനാണ്. ആ വേടൻ അദ്ദേഹത്തിന് ഉപജീവന മാർഗം മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുക അല്ലെങ്കിൽ വിൽക്കുക എന്നതാണ്. അത് ഒരു വിരസമായ ജോലിയാണ്. ഒരുപാട് ക്ഷമയോടെ ഇരിക്കുക, അമ്പയുക, അത് വന്നു കഴിഞ്ഞാൽ അമ്പയുക, വീഴുക, അതിനെ കൊന്നു തിന്നുക, അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. പക്ഷേ അത് ഒരു വിരസമായ ജോലി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, നീ കൊല്ലുമ്പോൾ ഉടനെ കൊല്ലരുത്, അതിനെ പാതി കൊല്ലണം. അപ്പോൾ അതിങ്ങനെ കിടന്ന് പെടയുമ്പോൾ അത് കണ്ട് നിനക്ക് സന്തോഷിക്കാം, അതാണ് നിനക്ക് നിന്റെ ജോലിയിൽ നിനക്ക് കിട്ടുന്ന ആനന്ദം എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മൃഗാരിയുടെ അച്ഛൻ മൃഗാരിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം അങ്ങനെ അദ്ദേഹം അങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ ഭക്തനായിട്ടുള്ള നാരദ മഹർഷി അവിടെ വരുന്നത്. നാരദ മഹർഷി വരുമ്പം ഇങ്ങനെ പാതി ചത്ത ജീവികൾ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളരെയധികം വിഷമം തോന്നി. ഒരു ഭക്തനെ പറയുന്നത് പരദുഃഖ ദുഃഖി എന്നാണ്. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് ഭക്തൻ. നാരദ മഹർഷിക്ക് ഇത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നുകയും ഇതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയപ്പോൾ ഒരു വേടനാണ്, മൃഗാരി എന്ന് പറയുന്ന വേടനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ഈ ജീവികളെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ മൃഗാരി പറഞ്ഞു, എൻ്റെ അച്ഛനാണ് ഇത് പറഞ്ഞു തന്നത്, ഇങ്ങനെയാണ് നിനക്ക് നിന്റെ ജോലിയിൽ ആനന്ദം അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി, എങ്കിൽ നീ ഒറ്റയടിക്ക് കൊന്നുകൂടെ? നാരദ മഹർഷി ആരെയും കൊല്ലാൻ പറയില്ല, പക്ഷേ അദ്ദേഹവുമായ റിലേഷൻഷിപ്പ് ആദ്യം ബിൽഡ് ചെയ്യണം. നമുക്ക് ഒരാളോട് പ്രീച്ച് ചെയ്യണമെങ്കിൽ, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ഇതാണ് ഭഗവത്ഗീതയിൽ ഇത് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല. ആ ഒരു ബന്ധമുണ്ടാക്കിയാൽ മാത്രമേ അവർ നമ്മൾ പറയുന്നത് കേൾക്കൂ. ബന്ധമുണ്ടാക്കണമെങ്കിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ ബന്ധം ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധമാവത്തില്ല. നമ്മൾ പറയുന്ന അവർ പറയുന്നത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിലൂടെയാണ് ആ ബന്ധം ഉണ്ടാകുന്നത്. അപ്പൊ നാരദ മഹർഷി എന്താ പറഞ്ഞു, നിനക്കെങ്കിലും ഉടനെ കൊന്നുകൂടെ ചോദിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞു, ഇതാണ് അച്ഛൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അപ്പം നിനക്ക് ഇതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? ഈ വെറുതെ പോകുന്ന മൃഗങ്ങൾ നിന്റെ നാവിന്റെ രുചിക്ക് വേണ്ടി ഇതിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നിനക്ക് അതിന്റെ പാപകർമ്മങ്ങൾ ഉണ്ടാവില്ലേ എന്ന്. അപ്പോഴാണ് മൃഗാരി അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പം വേടൻ നാരദ മഹർഷി പറഞ്ഞു, നിനക്ക് ഇതല്ലാത്ത ഉപജീവന മാർഗം ഞാൻ തരാം, ഈ തൽക്കാലം നിന്റെ ഉപജീവന മാർഗമായി അമ്പ് ഒടിച്ചു കളയും എന്ന് പറഞ്ഞു. അപ്പം നാരദ മഹർഷിയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ആ വ്യക്തി പരിശുദ്ധ വ്യക്തിയെ കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് ആ ഹൃദയത്തിൽ പരിശുദ്ധി വരികയും ആ വേടനായ മൃഗാരി തൻ്റെ ആധ്യാത്മിക ഗുരുവായ അദ്ദേഹത്തിനെ കാണുകയും ആ അമ്പ് ഒടിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, അവിടെ ഗ്രാമത്തിൽ തുളസിയുണ്ട്, നീയും നിന്റെ ഭാര്യയും അവിടെ പോയിരിക്കുക, അതിന് വെള്ളമൊഴിക്കുക, അവിടെ ഇരുന്ന് ജപിക്കുക, നിനക്ക് വേണ്ടുന്ന ഭക്ഷണം ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അവിടെ പോവുകയും ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈ മൃഗാരി വളരെ ക്രൂരനായ വേടൻ പെട്ടെന്നൊരു സാധുവായി കണ്ട ഈ ജനങ്ങളെല്ലാം, ഗ്രാമവാസികളെല്ലാം അദ്ദേഹത്തിനെ കാണാനായിട്ട് ചെന്നു. മൃഗാരി ഒരു സാധുവായി എന്നറിഞ്ഞപ്പോൾ. പക്ഷെ സാധാരണ ഭഗവാനെ കാണാനും നമ്മൾ ഭക്തന്മാരെ കാണാനും ഒക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രസന്റോടുകൂടിയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അതേപോലെ മൃഗാരി ഭക്തനായി മാറിയപ്പം മറ്റേ ഈ ഗ്രാമവാസികളെല്ലാം അദ്ദേഹത്തിന് പല പല പ്രസൻസ്
സർക്കസുമായിട്ടാണ് അവിടെ വന്നത്. അതായത് അരി, പലവ്യഞ്ജനങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നു. അപ്പം മൃഗാരിക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഭക്ഷണം കിട്ടുകയും അദ്ദേഹം എക്സസ് ആയിട്ടുള്ള ഭക്ഷണം ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം നാരദ മഹർഷി പറഞ്ഞ പോലെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയും തുളസിയെ വന്ദിക്കുകയും ചെയ്ത് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് പോയി. അപ്പോൾ കുറേ നാളിന് ശേഷം ആധ്യാത്മിക ഗുരുവായിട്ടുള്ള നാരദ മഹർഷി ഈ മൃഗാരിയെ കാണാനായിട്ട് അവിടെ എത്തി, തൻ്റെ ശിഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പർവ്വത മഹർഷിയുമായിട്ടാണ് അവിടെ വരുന്നത്. വന്ന സമയത്ത് തൻ്റെ ശിഷ്യൻ ദൂരെ ഗുരുവിനെ കണ്ടപ്പോൾ ഓടി വന്നു. ഗുരുവിനെ കാണുമ്പോൾ ദണ്ഡം പോലെ വീണ് നമസ്കരിക്കണം എന്നാണ്. അപ്പം ഗുരുവിനെ കാണാനായിട്ട് ഓടി വന്ന സമയത്ത് വീണ് നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഉടനെ തൻ്റെ ഉത്തരീയം എടുത്തിട്ട് അവിടെ എല്ലാം ഇങ്ങനെ തൂക്കുന്നത് പോലെ അദ്ദേഹം ചെയ്തു. അപ്പം നാരദ മഹർഷി ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നെ മൃഗാരി പറഞ്ഞു, ഇവിടെ കുറേ കുഞ്ഞുറുമ്പുകളുണ്ട്, ഞാൻ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഞാൻ വീണു പോകും, അതിന് അപകടം സംഭവിക്കില്ലേ എന്ന് ഓർത്ത് ഞാനിങ്ങനെ ചെയ്യുകയാണ് എന്ന് മൃഗാരി പറഞ്ഞു. അപ്പം ഓരോരുത്തരെയും പാതി കൊല്ലുന്ന ആ വേടൻ ഒരു വളരെ ഹൃദയത്തിൽ നൈർമല്യമുള്ള, മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ള ഒരു ഭക്തനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഭക്തിയുടെ ക്വാളിറ്റി. അപ്പം ഭക്തിയിൽ നമ്മൾ വളരുമ്പം നമ്മൾ ഭക്തി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കും കിട്ടണം, മറ്റുള്ളവർക്കും കിട്ടണമെന്ന ആഗ്രഹം നമ്മൾ വളർത്തണം. അതാണ് അങ്ങനെ വളർത്തുന്നത് നമുക്ക് വീഴ്ച പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. വീഴ്ചകൾ പറ്റുന്ന എന്താ? കൂടുതൽ വീഴ്ചകൾ പറ്റുന്ന നമ്മുടെ ദേഷ്യം കൊണ്ടും നമ്മുടെ അഹങ്കാരം കൊണ്ടും ഒക്കെയാണ്. നമുക്ക് പെട്ടെന്നൊരു കാര്യം നമുക്ക് ഇഷ്ടമില്ലാതെ നടന്നു കഴിഞ്ഞാൽ ദേഷ്യം വരും. ചിലപ്പോൾ ഒരു ഭക്തനായിരിക്കും മുമ്പിലിരിക്കും, നമ്മൾ ഇമീഡിയറ്റ്ലി അവരെ നമ്മൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ അവരെ നിന്ദിച്ച് നമ്മൾ സംസാരിക്കും. ക്രമേണ നമുക്ക് ഭക്തിയിലെ രുചി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ വരുന്നത് കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം അതിനെന്താ വഴി? നമ്മൾ ഇവരിൽ നിന്നെല്ലാം മാറി എവിടെയെങ്കിലും പോയി ഇരുന്ന് ജീവിക്കും, അത് പറ്റത്തില്ല. നമ്മളെല്ലാം സമൂഹ ജീവിയാണ്, നമുക്ക് എപ്പോഴും ചുറ്റും ആൾക്കാരുണ്ടാവും. അപ്പം സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ അവബോധത്തെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ നാമം ജപിക്കുമ്പോഴും സേവനം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എനിക്കും സർവ്വചരാചരങ്ങൾക്കും പരിശുദ്ധ ഭക്തി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് കാണിച്ചു തരുന്ന മാർഗം. പ്രഹ്ലാദ് മഹാരാജ് ആദ്യം അനുഗ്രഹം ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എങ്ങനെ ബെനിഫിറ്റ് കിട്ടും, അച്ഛന് എത്രയും ചെയ്തതുകൊണ്ട് അച്ഛൻ നരകത്തിൽ വല്ലതും പോയി കളയുമോ, അദ്ദേഹത്തിന് എങ്ങനെ മുക്തി കിട്ടും എന്നാണ് പ്രഹ്ലാദ് മഹാരാജ് ചോദിച്ചത്. പിന്നെ ചോദിച്ചു, ഈ ഒരുപാട് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ലോകത്തിലുള്ള എല്ലാവരും ഭക്തി, ഈശ്വരനോടുള്ള സ്നേഹമില്ലാതെ ഇന്ദ്രിയ താല്പര്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ എന്നാണ് ഇനി മോക്ഷം കിട്ടുക, അവർക്ക് മോചനം കിട്ടാനുള്ള വഴി എന്താണ്? ഇതാണ് പ്രഹ്ലാദ് മഹാരാജ് ചിന്ത. അപ്പം അതേപോലെ നമുക്കും ആ പരിശുദ്ധ ഭക്തന്റെ തലത്തിലേക്ക് ഉയർന്നു വരണമെങ്കിൽ ഇത് നമുക്കെത്താൻ പറ്റാത്ത കാര്യമല്ല. നമ്മളെല്ലാവരും ആധ്യാത്മിക ലോകത്ത് ഭഗവാനോടൊപ്പം ഇരുന്ന വ്യക്തികളാണ്. പ്രഹ്ലാദ് മഹാരാജോ ശീല പ്രഭുപാദോ മാത്രം ആധ്യാത്മിക ലോകത്തുള്ള വ്യക്തികളല്ല, നമ്മൾ ഓരോരുത്തരും ആധ്യാത്മിക ലോകത്തുള്ള വ്യക്തികളായിരുന്നു. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, ഭഗവാൻ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നമുക്ക് ഭഗവാനോടൊപ്പം ഇരിക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ വിട്ടുപോകാനോ. ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് അവിടെ സ്നേഹം എന്ന വികാരം നിൽക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാതെ ബലപ്രയോഗമാണെങ്കിൽ അവിടെ സ്നേഹം എന്ന വികാരമില്ല. ഭഗവാൻ ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പേർക്ക്, നമ്മളെപ്പോലുള്ള കുറച്ച് ജീവജാലങ്ങൾ ഭഗവാന്റെ ലോകം മറന്നിട്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം. അപ്പം അങ്ങനെയുള്ള നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ, തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇത്തരം ചിന്താഗതികളും ഇത്തരം മനോഭാവങ്ങളും വേണം. കാരണം ആധ്യാത്മിക ലോകത്ത് ഇത്തരം ഭേദചിന്തയോ പാർട്ടിയോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ പരസ്പര വിദ്വേഷമോ വാറോ ഇതൊന്നുമില്ല. അവിടെ എല്ലാവരും സ്നേഹത്തോട് കോപ്പറേറ്റീവായിട്ട് ഭഗവാനെ സ്നേഹിക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ പോകണമെങ്കിൽ നമുക്ക് ആ യോഗ്യത വേണം. നമുക്ക് ഇമീഡിയറ്റ്ലി പറ്റില്ല. നമുക്ക് ദീക്ഷയുണ്ട്, നമുക്ക് നാമജപമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിമാലയിട്ടിട്ടുണ്ട്, ഇതുകൊണ്ട് നമുക്ക് പോകാൻ അവിടെ പറ്റില്ല. നമുക്ക് പോകണമെങ്കിൽ ആധ്യാത്മിക ലോകത്തിലെ അവബോധം നമുക്കുണ്ടായിരിക്കണം. എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും, എല്ലാവരുടെയും എനിക്ക് എന്ത് നന്മ കിട്ടുന്നോ അത് എല്ലാവർക്കും കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരും അത്തരം ഒരു കാര്യമാണ് ചെയ്തത്.
നമുക്കറിയാൻ പറ്റും. ഞാൻ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ബുക്ക് വാങ്ങിച്ചു. അതിൽ ശ്രീല പ്രഭുപാദിൻ്റെ പ്രധാന ശിഷ്യന്മാരെല്ലാം ശ്രീല പ്രഭുപാദിൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്രഭുപാദിനെ കാണാനായിട്ട് വന്നിരുന്നു. വന്ന് അവർ കുറച്ച് നാൾ എന്നിട്ട് അവർക്ക് മറ്റ് ജോലികളുള്ളതുകൊണ്ട് അവർ തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോയി. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് എല്ലാവർക്കും പ്രഭുപാദിനെ കാണാൻ വൃന്ദാവനത്തിൽ വരാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്തത്. അവരാ സേവനം ഏറ്റെടുക്കുകയും നിങ്ങൾ പോയി പ്രഭുപാദിനെ കാണുന്നത്. അവർക്ക് ഇവരെ ഏൽപ്പിച്ചിട്ട് അവിടെ വൃന്ദാവനത്തിൽ നിൽക്കാം, പക്ഷെ അവർ വരികയും തിരിച്ച് വിദേശത്തേക്ക് വരികയും മറ്റുള്ളവർക്കെല്ലാം പ്രഭുപാദിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കാണാനും അദ്ദേഹത്തിനെ സേവനം ചെയ്യാനും ഒരു അവസരം ഒരുക്കാനാണ് ചെയ്തത്. ഇതൊക്കെ പുരാണത്തിലോ മറ്റോ ഉള്ള കഥാപാത്രങ്ങളല്ല, നമ്മുടെ ഇടയ്ക്കും ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പുരോഗതി വേണം, ആത്മീയപരമായിട്ടുള്ള പുരോഗതി വേണം. നമുക്ക് ഒരിക്കലും വീഴ്ച പറ്റാത്ത പുരോഗതി വേണമെങ്കിൽ നമ്മൾ ആ സ്വാർത്ഥ ചിന്താഗതി വെടിഞ്ഞ് നമുക്കും മറ്റെല്ലാവർക്കും പരിശുദ്ധ ഭക്തി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതാണ് നമുക്ക് ഈ നരസിംഹ ജയന്തി ദിനത്തിൽ പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. അത് ഈ ഒരു ശ്ലോകം അത് വളരെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എടുത്തൊരു ശ്ലോകമാണ്, പക്ഷെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. അതായത് ഈ ലോകം മുഴുവൻ കാറ്റ് വീശിയടിക്കുന്നുണ്ടെങ്കിലും അത് ആകാശത്തിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്, എവിടെയും പോകുന്നില്ല. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളിലും ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അവയർനെസ്സിലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു ബുദ്ധിമുട്ട് വന്നു, നമുക്കൊരു വീടിന് ഇങ്ങനെ ഒരു ഹാനി സംഭവിച്ചു, എനിക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു, എൻ്റെ മക്കൾക്ക് ഒരു ഓപ്പറേഷൻ വന്നു, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലോകത്തിൽ നടന്നാലും ഇതെല്ലാം ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളിനോ അവയർനെസ്സിനോ ആണ് നടക്കുന്നത്. അപ്പം ഇത് എല്ലാ കാര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ടുള്ളതും സന്തോഷമുണ്ടാകുന്ന എന്ത് കാര്യത്തിലും അതിൽ നിന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന മെസ്സേജസ് സ്വീകരിക്കാനും അതുവഴി നമ്മുടെ ഭക്തിയെ വളർത്താനും നമുക്ക് സാധിക്കും. അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. ഭക്തി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഗൈഡൻസ് കിട്ടുകയാണ്, ഈ ഒരു സത്സംഗത്തിൽ നമുക്ക് ഗൈഡൻസ് കിട്ടുകയാണ്. പക്ഷെ നമ്മൾ ഈ ഒരാഴ്ച വെളിയിലാണ്. ആ വെളിയിലും നമ്മുടെ ചിലപ്പോൾ നമ്മൾ ഒരു കോളേജിലായിരിക്കും, നമ്മൾ ചിലപ്പം പഠിക്കുന്നുണ്ടാവും, നമ്മൾ മറ്റാൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും, വീട്ടമ്മയായിരിക്കും, ബന്ധുജനങ്ങളുമായിട്ട് ഇടപഴകുന്നുണ്ടാവും. അവിടെയൊക്കെ പല പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമുക്ക് വന്നു ചേരും. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ ഭക്തിയെ കറന്നെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഭഗവാൻ അതിൽ നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട് എന്നത് മനസ്സിലാക്കി അതിനെ സാംശീകരിച്ചെടുത്ത് നമ്മൾ ഉയരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് ഈ ആചാര്യന്മാരെല്ലാം. അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജിനെ ആചാര്യന്മാരിൽ ഒരു ആചാര്യനായിട്ട് കാണുന്നത്, 12 മഹാജനന്മാരിൽ ഒരു വ്യക്തിയായിട്ട് കരുതുന്നു. അപ്പം ഇവരിൽ നിന്നെല്ലാം ഈ മെസ്സേജാണ് നമ്മൾ എടുത്ത് നമ്മൾ വളരേണ്ടതായിട്ട് ഉള്ളത്. അതാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൽ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കും, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. ആർക്കെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള കാര്യം നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് കാണും. നമുക്ക് ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഭഗവാനെ കാണാനുള്ള യോഗ്യതയുള്ള വ്യക്തികളാണ്. നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾ തീർത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
പക്ഷെ അവർ ഈ പ്രഭാഷണങ്ങളിലും എല്ലാം വളരെ നല്ല രീതിയിൽ സംസാരിക്കും. നല്ല എല്ലാവരോടും സ്നേഹം വേണം, സഹാനുഭൂതി വേണം, സമചിത്തതയോടെ പെരുമാറണം എന്നൊക്കെ അവർ പറയും. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് വ്യക്തിപരമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് മാലിന്യങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിന് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്നാണ് പ്രബുദ്ധ ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമുക്കും ഇതിലൊക്കെ വിശ്വാസം വരണമെങ്കിൽ ആ പറയുന്ന വ്യക്തിത്വങ്ങളോടൊരു വിശ്വാസം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളിത് കേൾക്കില്ല. ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, കേരളത്തിലേക്ക് പോകരുത്, വടക്കോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് എന്തോ പറയട്ടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതേപോലെ ഇത്തരം ആധ്യാത്മിക വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വത്തിന് ഒരു ഇതുണ്ട്. അത് അവര് ശരിക്ക് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ആ പറയുന്ന വാക്കുകൾക്ക് വിലമതിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പ്രഭു പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഈ 2-3 കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും ബദ്ധ ജീവാത്മാവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബദ്ധ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ അത് 4 തരം മാലിന്യങ്ങളുള്ള വ്യക്തികളാണ് ബദ്ധ ജീവാത്മാവ്. അതായത് നമ്മൾ ആധ്യാത്മിക ലോകത്ത് പരിശുദ്ധരായ വ്യക്തികളായിരുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ തീരുമാനം എടുത്തിട്ടാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത്. ഭൗതിക ലോകത്തിൽ 4 തരം മാലിന്യങ്ങൾ നമ്മളെപ്പോഴും പിന്തുടരുന്നുണ്ട്. ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. ഇന്ദ്രിയങ്ങൾ അപൂർണമാണെന്ന് വെച്ചാൽ എനിക്കിപ്പം അവിടെ മരങ്ങൾ വരെ കാണാൻ പറ്റും, അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ കൺവീലിയൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കണ്ണ് എത്ര പവർഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അത്രയും ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപൂർണമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വ്യാമോഹത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. വ്യാമോഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നു, ക്ലാസ്സിലിരിക്കുന്നു, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ താഴെ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നു. താഴെ എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഒരു വലിയ കല്ലോ എന്തോ താഴെയിട്ടായിരിക്കും. ഞാൻ വിചാരിക്കും ചിലപ്പോൾ എൻ്റെ കാറിൻ്റെ ടയർ പൊട്ടിയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ ചെവിക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല. കാരണം ഞാൻ വിചാരിക്കും അതാണ്. അപ്പം ഞാൻ വ്യാമോഹം, എൻ്റെ കാറിൻ്റെ ഇങ്ങനെ ഞാൻ പോകും, അങ്ങനെ വ്യാമോഹത്തിൽ ഞാൻ പെടും. അതാണ് സെക്കൻഡ്. ഫസ്റ്റ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്, രണ്ടാമത് നമ്മൾ വ്യാമോഹത്തിൽ പെടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ക്ലാസ് നിർത്തിയോ, എൻ്റെ കാറ് പോയാൽ ഞാൻ എങ്ങനെ പോകും, ഇനി എനിക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പം ഞാൻ ക്ലാസ് നിർത്തിയിട്ട് ഉടനെ ഞാൻ പോയി കാറിന് എന്തോ സംഭവിച്ചു എന്ന് പോയി നോക്കും. അത് തെറ്റാണ്. അപ്പം ആദ്യം അപൂർണമായ ഇന്ദ്രിയങ്ങൾ, അതുകൊണ്ട് വ്യാമോഹത്തിൽപ്പെടുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ തെറ്റ് ചെയ്യും. ഞാൻ ഇവിടെ ക്ലാസ് നിർത്തി പോകേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ക്ലാസ് നിർത്തിയിട്ട് താഴെ എൻ്റെ കാറിന് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോകും. തെറ്റ് ചെയ്ത് കഴിയുമ്പം എല്ലാവരും അത് കണ്ടു കഴിയുമ്പം ഞാനത് ന്യായീകരിക്കാൻ ശ്രമിക്കും. ഇല്ല, ഞാൻ അതിനു വേണ്ടിയല്ല പോയത്, ഞാൻ കാറ് നോക്കാനല്ല പോയത്, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് പോയത്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോയതെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഈ 4 കാര്യങ്ങൾ എല്ലാ ബദ്ധ ജീവാത്മാക്കളുടെ കയ്യിലുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെ നമ്മൾ ഓരോരുത്തരും നമ്മളിവിടെ ഇരുന്ന് പറയുമ്പം മറ്റുള്ളവരെല്ലാം അങ്ങനെയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ സ്ഥലത്തും അപൂർണമായിട്ട് ഇന്ദ്രിയങ്ങളുണ്ട്. അപൂർണമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ വ്യാമോഹത്തിൽ ഇലൂഷനിൽ പെടാൻ ചാൻസ് ഉണ്ട്. ഇലൂഷൻ വരുന്ന നമ്മൾ തെറ്റ് ചെയ്യും. തെറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരാണ് ആത്മീയതയിലേക്കും വയ്ക്കുന്നത്. അതായത് രോഗമുള്ളവരാണ് ആത്മീയത സ്വീകരിക്കുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുമ്പം അതൊരു മരുന്നാണ്. അത് ഉടനടി പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ മാല എടുത്ത് ഇന്ന് ഫുള്ളായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ പരിശുദ്ധ ഭക്തനായി മാറുന്നില്ല. അത് വർഷങ്ങൾ കൊണ്ടും വരാൻ പോകുന്നില്ല. ചിലപ്പം ഡെക്കേഡ്സുകൾ എടുക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ മാറ്റങ്ങൾ വന്നു വരാനായിട്ട്. കാരണം ജന്മാന്തരങ്ങളായിട്ട് ഇതിൻ്റെ അടിപ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. അപ്പം അവർ ക്രമേണ മാറും. ഈ നമ്മളിപ്പോൾ കാണുന്ന വ്യക്തിത്വങ്ങൾ അവർ നിയോഫൈറ്റ് ആണ്, തുടക്കക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ ക്ലാസ്സിൽ നല്ലപോലെ പറയും, പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഇതേപോലുള്ള ഒരുപാട് തെറ്റുകളിൽ അവർ പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും. ഉടനെ നമ്മൾ ചിന്തിക്കരുത് ഇവരിങ്ങനെ ഒന്ന് പറയുന്നു,
അവർ ചിലപ്പോൾ അവരുടെ ഹൃദയത്തെ പരിശുദ്ധീകരിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലേ. ഒരു ചെളിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു കുട്ടി പോയിട്ട് ഷവറിൽ നിന്ന് കഴിഞ്ഞാൽ ഷവറിൽ നിന്നാൽ എന്താ സംഭവിക്കുന്നത്? ചെളിയിലാണ് ആ കുട്ടി കിടക്കുന്നത്. ആ ഷവറിൽ നിൽക്കുമ്പോൾ ആ കുട്ടി അപ്പോഴും അഴുക്കിലാണ്. പക്ഷെ ആ ഷവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാലക്രമേണ ആ കുട്ടി പ്യുവറായിട്ട് മാറും. അതേപോലെ നമ്മൾ ആത്മീയതയിൽ മുന്നോട്ട് വരുന്ന വ്യക്തിത്വങ്ങൾ പലതരത്തിലുള്ള മാലിന്യങ്ങളും കാമക്രോധം മോഹങ്ങളെല്ലാം ഉള്ള വ്യക്തികളാണ്. അവർ മെഡിസിൻ എടുക്കുകയാണ്. ഈ മെഡിസിൻ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നമ്മൾ നോക്കുമ്പോൾ പകുതി അസുഖമുള്ളവരും പകുതി പ്യുവറായിട്ടുള്ളവരുമായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഈ പ്രക്രിയ ഈ പദ്ധതി തെറ്റാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ അപ്പം ചിന്തിക്കണം, പ്യുവറായിട്ടുള്ള വ്യക്തികളാരാണ്, അവരെ ശ്രദ്ധിക്കണം. അവരെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രക്രിയ വിജയിക്കും, ഈ പദ്ധതി വിജയിക്കും. നമുക്ക് ശീല പ്രഭുപാദിന്റെ എക്സാമ്പിൾ തന്നെ കാണാം. പ്രഭുപാദ് 70 വയസ്സായി. അദ്ദേഹത്തിന് വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന് ഇത് ഇപ്പൊ ക്ഷേത്രമാണെങ്കിൽ താഴെ ക്ഷേത്രമാണെങ്കിൽ അതിന് മുകളിലാണ് അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യം. ജസ്റ്റ് താഴെ ഇറങ്ങി വന്ന ദർശനമുണ്ട്. ആ ഭഗവാൻ ഓഫർ ചെയ്യുന്ന പ്രസാദമെല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ഒരു വ്യക്തിയാണ് പ്രഭുപാദ്. ആ വ്യക്തിയാണ് ഒരു ചരക്ക് കപ്പലിൽ കയറി ഹൃദയാഘാതങ്ങളുമായിട്ട് വിദേശത്ത് പോയി ഒരു ചേരി പോലുള്ള സ്ഥലത്ത് മദ്യപന്മാരും മയക്കുമരുന്ന് അടിമപ്പെട്ടതുമായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരെ പരിശുദ്ധീകരിച്ചത്, അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള നോളജ് കൊടുത്തത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന പലരും ഒരു 2-3 മാസം മുമ്പ് മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങളിലും അഭീത ബന്ധങ്ങളിലും ഇടപെട്ട വ്യക്തികളാണ് പ്രഭുപാദിന്റെ അന്ന് വന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണല്ലോ, ഇവരെന്താണ് ഭക്തി ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷേ കാലങ്ങൾ കടന്നു പോയപ്പം, വർഷങ്ങൾ കടന്നു പോയപ്പോൾ, ഡെക്കേഡ്സ് കടന്നു പോയപ്പം അത്തരം പൂർണ്ണമായിട്ട് ഹിപ്പി സംസ്കാരത്തിൽ നിന്ന് വന്ന വ്യക്തിത്വങ്ങൾ അതുല്യ പരിശുദ്ധ ഭക്തന്മാരായിട്ട് മാറുകയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ പ്രോസസ്സ് ഇമ്മീഡിയറ്റ് സ്വിച്ച് ഇട്ടതുപോലെ നമ്മൾ പരിശുദ്ധീകരിക്കാനായിട്ട് വരത്തില്ല. അത് ഒരു സൂര്യൻ ഉദിക്കുന്നത് പോലെയാണ് ഈ ആത്മസാക്ഷാത്കാരം വരുന്നത്. സൂര്യൻ രാവിലെ വരുമ്പം 4 മണി 5 മണി സമയത്ത് ഒക്കെ വരുമ്പോൾ ചെറിയൊരു രശ്മിയെ കാണത്തുള്ളൂ, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ 6 മണി 6:15 എടുക്കുമ്പോഴത്തേന് എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേപോലെയാണ് ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഏതൊരു വ്യക്തിയാണ് ഇതിൽ തുടർന്നു നിൽക്കുന്നത്, ആത്മാർത്ഥതയോടെ തുടർന്നു നിൽക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത്തരം വ്യക്തിത്വങ്ങളെ നമ്മൾ കാണണം, അത്തരം വ്യക്തിത്വങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണം, അവരിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഈ പ്രക്രിയയിൽ ഫെയ്ത്ത് ഉണ്ടാവും. പുതിയ ആൾക്കാർ ചിലപ്പം സിൻസിയറിറ്റി ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ചീറ്റിങ്ങും ഉണ്ടാവും. ഇതൊരു നിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവര് ശ്രമിക്കുന്നുണ്ട്, വീഴുന്നുണ്ട്. പക്ഷെ ചിലര് ഇതൊരു ഭക്തിയെ ഒരു ഉപായമായിട്ട് എടുത്ത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയാൽ നമുക്ക് ഒട്ടും വിശ്വാസം ഉണ്ടാവും. പക്ഷെ നമ്മള് ഇപ്പം ഒരുപാട് കള്ളനോട്ടുണ്ടെന്ന് വെച്ച് നമ്മൾ നോട്ട് യൂസ് ചെയ്യാതിരിക്കത്തില്ല. നമ്മൾ തീർച്ചയായിട്ടും നോട്ട് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ നല്ല നോട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും, നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാനാണ് ആത്മാർത്ഥമായി. അത് നമ്മൾ സിൻസിയറായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. എനിക്ക് ശരിക്കൊരു ഗൈഡൻസ് കിട്ടണം, എനിക്ക് ശരിയായ വഴിയിൽ എനിക്ക് മുന്നോട്ട് പോകണം, ഭഗവാൻ എനിക്ക് അതിനുള്ള വഴി കാണിച്ചു തരണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്തരം ഗൈഡൻസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ വ്യക്തികളുടെ അടുത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ക്ലിയർ ആയിരുന്നു? എല്ലാവർക്കും ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പുണ്ട്. ആ റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? പ്രഭു പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഭഗവാനുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം നമ്മളെല്ലാവരും ആധ്യാത്മിക ലോകത്തു നിന്ന് ഈ ഭൗതിക ലോകത്തിൽ വന്നവരാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് പുനരുജ്ജീവിച്ചെടുക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതില് പ്രഭു അതിനുള്ള ഒരു ഉത്തരം ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇത് നടന്ന സംഭവമാണ്. ഇത് ഹൂസ്റ്റൺ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സ്ഥലത്ത് നടന്നതാണ്, അമേരിക്കൻ സിറ്റിയിൽ നടന്നതാണ്. ഒരു മിഡിൽ ക്ലാസ് ജെന്റിൽമാൻ, ഒരു വ്യക്തി.
ആ വ്യക്തി പുറത്തിറങ്ങി രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും കുറേ നല്ല നെയ്ബർഹുഡൊക്കെ ഉണ്ട്, നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് അദ്ദേഹം നടക്കാനായിട്ട് ഇറങ്ങി. നടന്ന് കുറച്ച് പോയപ്പം അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ എന്തോ ഒരു ചെറിയ സ്ട്രോക്ക് പോലെ വരികയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് തളർച്ചയൊന്നും സംഭവിച്ചില്ല. ഇമ്മീഡിയറ്റ്ലി മെമ്മറി ലോസ് സംഭവിച്ചു. നടന്ന കാര്യമാണ്, ലോകത്തിൽ നടന്നൊരു കാര്യമാണ്. മെമ്മറി ലോസ് സംഭവിച്ചു. മെമ്മറി ലോസ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള മെമ്മറി ലോസ്. ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണ്, ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ വീട് എവിടെയാണ്, എനിക്ക് മക്കളുണ്ടോ, എൻ്റെ ഭാര്യയുണ്ടോ, എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് എന്താണ്, പോസ്റ്റ് ഓഫീസ് നമ്പർ എന്താണ്, ഒരു കാര്യം ഓർമ്മയില്ല. ഞാൻ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പൊ പൊട്ടി വീണ ഒരു വ്യക്തിയെ പോലെയാണ് അദ്ദേഹം സംഭവിച്ചത്. അദ്ദേഹം ഇങ്ങനെ കുറച്ചേ ഉള്ളൂ, വീട്ടിന്റെ തൊട്ടടുത്താണ് അയാൾ നടക്കാൻ പോയത്. അയാൾക്ക് തിരിച്ച് വീട്ടിൽ വരാൻ അറിയില്ല. അയാളിങ്ങനെ നടന്ന് പല സ്ഥലത്ത് പോയി വീട്ടുകാരും ഭയന്നു. എവിടെ അയാളെ കാണാനും പറ്റുന്നില്ല, ഒന്നും സംഭവിക്കുന്നു. രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളാണ്, എവിടെ പോയി എന്ന് ഒന്നും അറിയത്തില്ല. ഇദ്ദേഹം ഇങ്ങനെ പല സ്ഥലത്തും ഒരു ഹോംലെസ് പേഴ്സണെ പോലെ നടന്ന് പല സ്ഥലത്തുനിന്നും കിട്ടുന്ന ഭക്ഷണം, നല്ല വെൽത്തുള്ള പണമുള്ള വീട്ടിലെ ആളാണ്, നല്ല ജോലിയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അയാള് പല സ്ഥലത്തുനിന്നും ആഹാരം കഴിച്ച് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. മുടി താടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ നടക്കുകയാണ്. ഇവര് ചിന്തിക്കുന്നില്ല. വീട്ടുകാരിങ്ങനെ പോലീസിലും അതിലും എല്ലാം പറഞ്ഞിട്ട് ഇയാളെ തിരക്കി നടക്കുകയാണ്. ഇയാൾ ഇങ്ങനെ ഇതെല്ലാം അയാളുടെ വേഷവിധാനങ്ങളൊക്കെ മോശമായി അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞു. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ, എന്താ നീ ഇങ്ങനെ നടക്കുന്നത്, നിന്റെ വീട്ടുകാരെല്ലാം എത്ര ആൻസൈറ്റിയാണ്, അവര് നിന്നെ അന്വേഷിച്ച് എവിടെയെല്ലാം നടന്നു, നിന്നെ കിട്ടിയില്ല, അവർക്കെല്ലാം വളരെ വിഷമമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പക്ഷെ അദ്ദേഹത്തിന് ഈ സുഹൃത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും സുഹൃത്ത് മനസ്സിലായി ഇദ്ദേഹത്തിന് പൂർണ്ണമായ മെമ്മറി ലോസ് ആണ്. അപ്പൊ അദ്ദേഹത്തിനെ പതുക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഷേവിങ്സും ഇതെല്ലാം കൊടുത്ത് അദ്ദേഹത്തിന് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവര് ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറിനെ വിളിച്ചു ഇതിനെന്തെങ്കിലും കാണാനായിട്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, ഏറ്റവും ലാസ്റ്റായിട്ട് ഇപ്പൊ അൾഷീമേഴ്സ് രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് പോകുന്നത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളോടൊക്കെയാണ്. നമ്മൾ അടുത്തുള്ള കാര്യമൊക്കെ മറന്നു. ഞാനിപ്പോ ജപമാല എവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ വെച്ചു എന്ന് ഞാൻ മറന്നു. എനിക്ക് അൾഷീമേഴ്സ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അതിന് വരുന്ന ഞാൻ കണ്ണട ഇപ്പൊ കണ്ണിൽ വെച്ചേക്കായിരിക്കും. ഞാൻ കണ്ണട എവിടെ വെച്ചു എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും തപ്പി നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ ആ അസുഖത്തിന് പോലും ഏറ്റവും ലാസ്റ്റായിട്ട് പോകുന്നത് നമ്മൾ കുട്ടിക്കാലത്തെയുള്ള ഓർമ്മകളാണ് ഏറ്റവും ലാസ്റ്റായിട്ട് പോകുന്നത്. ഇപ്പൊ ഈ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് അദ്ദേഹത്തിന് ഫോട്ടോസ്, അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ ഫോട്ടോസ്, കുട്ടിയായിരിക്കുമ്പോൾ ഉപയോഗിച്ച സാധനങ്ങൾ, കുട്ടിയായിരിക്കുമ്പോൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കൊടുത്ത് അദ്ദേഹത്തിന് മാസങ്ങൾ ഉള്ള ട്രെയിനിങ് വഴി അദ്ദേഹത്തിന് പതുക്കെ മെമ്മറി റിവൈവ് ചെയ്യാനായിട്ട് താൻ ആരാണ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറ്റും. നടന്നൊരു കാര്യമാണ്. നമ്മളും അതേപോലെയാണ്. നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് വന്നിട്ട് ഒരുപാട് നാളായി. നമ്മൾ എവിടുന്നാ വന്നതെന്നോ നമ്മൾ ആരാണെന്നോ നമുക്കറിയത്തില്ല. നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് കറങ്ങിപ്പോയി. നമ്മളിപ്പം വിചാരിക്കും ഞാനൊരു പുരുഷനാണ്, എൻ്റെ വീട് ഇതാണ്, എൻ്റെ വീട് എവിടെയാണ്, ആ അഡ്രസ് ഇതാണ്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിന് മുമ്പുള്ള ജന്മം നമ്മളുണ്ടായിരുന്നു. ആത്മാവിനൊരിക്കലും നാശമില്ലാന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അതിന് മുമ്പും ജന്മം ഉണ്ടായിരുന്നു, അതൊന്നും നമുക്കറിയത്തില്ല. എത്രയോ കോടിക്കണക്കിന് ജന്മമുണ്ട്, അതൊന്നും അറിയത്തില്ല. അതിന് മുമ്പ് നമ്മൾ ആധ്യാത്മിക ലോകത്തുണ്ടായിരുന്നു, അതും നമുക്കറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനാണ് യോഗ പദ്ധതി, ഭക്തിയോഗം. ഭക്തിയോഗത്തില് ഓരോ കാര്യങ്ങളും നമുക്ക് തരുന്നത് നമ്മൾ ആധ്യാത്മിക ലോകത്ത് പരിശീലിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുന്നുണ്ട്, അത് നമ്മൾ ആധ്യാത്മിക ലോകത്ത് ചെയ്ത കാര്യമാണ്. ഭഗവാനെ വന്ദിക്കുന്നുണ്ട്, ഭക്തന്മാരെ സ്നേഹിക്കുന്നുണ്ട്, ഭഗവാന്റെ ഭക്തനെന്ന് നിർദ്ദേശിക്കുന്ന ഭഗവാന്റെ കുറി, അത് ഗോപി തിലകം നമ്മൾ ചെയ്യുന്നുണ്ട്, വൈഷ്ണവ ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഭഗവത്ഗീതയും ഭാഗവതവും ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അന്ന് എത്രയോ ഇയോൺസ് കാലഘട്ടം മുമ്പ് നമ്മൾ ആധ്യാത്മിക ലോകത്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ്.
അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രമേണ നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ശീല പ്രഭുപാദ് ഈ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, സ്വരൂപസിദ്ധി. നമ്മൾ ആരായിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയും എന്ന് ഭഗവത്ഗീതയുടെ ആ ഇതിലൂടെ പോകുന്നു. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ ഒരു ആർബിട്രറി ആയിട്ടുള്ള റിച്വൽസും ഒന്നുമല്ല, പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം നമ്മൾ സ്പിരിച്വൽ വേൾഡിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് നമ്മളെ വീണ്ടും എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ തിരിച്ച് ആ ഭാഗത്തേക്ക് പോകാൻ, അവിടേക്ക് പോകാൻ, ആ മൂഡിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യുന്നു, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, വൈഷ്ണവർ ഇങ്ങനെ ചെയ്യുന്നു, ശൈവ ഭക്തർ അങ്ങനെ ചെയ്യുന്നു. അതല്ല, നമ്മൾ ഈ ചെയ്യുന്ന ഓരോ പ്രക്രിയയ്ക്കും അത് ശാസ്ത്രമുണ്ട് അതിൻ്റെ പുറകിൽ. നമ്മൾ തിരിച്ച് നമ്മുടെ മെമ്മറി, ആത്മാവിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മെമ്മറി ഇല്ല, ആത്മാവിൻ്റെ ഉള്ളിലുള്ള ആ മെമ്മറി, ഞാൻ ഈശ്വരൻ്റെ നിത്യസേവകനാണ്, ഈശ്വരനെ സ്നേഹിക്കുന്നതാണ് എൻ്റെ എറ്റേണൽ ആയിട്ടുള്ള ഇത് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഈ പ്രക്രിയ. അപ്പം അതാണ് ഈ ഒരു മാർഗം. അപ്പം അതിനെ നമ്മൾ ആ രീതിയിൽ വേണം എടുക്കാൻ. നമ്മൾ ഒരിക്കലും ഒരു ബർഡനായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടോ ഇവരിങ്ങനെ പറയുന്നു, അത് ചെയ്യും, ബുക്ക് വായിക്കാൻ പറയുന്നു, ജപിക്കാൻ പറയുന്നു, അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളുടെ ആത്മാവ് തിരിച്ച് ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ല നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ ജപിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് വായിക്കൂ, നിങ്ങൾ സേവനം ചെയ്യൂ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് എന്താണുള്ളത്? അത് നമുക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ പ്യുവറായി നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പൊ അതിനെ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്തിയിലെ ഒരു പ്രക്രിയയും നമുക്കൊരു ബർഡനായിട്ട് തോന്നരുത്, ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിയും. श्रीमद् भगवद गीता की जय, श्रील प्रभुपाद की जय।